നമസ്കാരം. ന്യൂസ് ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാറിൽ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ സാധാരണക്കാരുടെ കൃഷിഭൂമിയടക്കം തിരിച്ചുപിടിക്കുന്നുവെന്ന പരാതി. വിശദമായ റിപ്പോർട്ടിലേക്ക് വരാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നു. ചിന്നക്കനാൽ മേഖലയിൽ 5.5 ഏക്കർ തിരിച്ചുപിടിച്ചു. അനധികൃത നിർമ്മാണങ്ങളും വൻകിട കയ്യേറ്റങ്ങളും തടയാതെ കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കുന്നുവെന്ന് നാട്ടുകാർ. നടപടിക്കെതിരെ എം മണി. സാധാരണക്കാർക്ക് ആശങ്ക വേണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തിരുവല്ല അർബൻ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മുൻ മാനേജർ പ്രീത ഹരിദാസ് അറസ്റ്റിൽ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. ജാമ്യത്തെ എതിർത്ത ഇഡി വേട്ട ആരോപിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് DYFI മാർച്ച്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 3ാം ദിനവും പാലക്കാടൻ കുതിപ്പ്. കോതമംഗലം ബേസിലെ നിത്യയ്ക്കും ചിറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ ബിജോയ്ക്കും ഇരട്ട സ്വർണം. ലോങ് ജംപ് താരം മുഹമ്മദ് സിനാന് ഗുരുതര പരിക്ക്. പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിലും വീഴ്ച പറ്റിയെന്ന് പരാതി. കാസർഗോഡ് അനന്തംപള്ളത്ത് 100 ഏക്കർ നെൽകൃഷി കളമൂടി നശിച്ചു. തിരിച്ചടിയായത് സമയത്ത് മഴ കിട്ടാതിരുന്നത്. കോട്ടയം പൂവമ്പാടത്ത് 800 ഏക്കറിൽ വെള്ളം വറ്റിച്ച കൃഷി ഇറക്കാനാകാതെ കർഷകർ. മോട്ടോർ പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യം. ആരാധകർ കാത്തിരുന്ന വിജയ് ചിത്രം ലിയോയ്ക്ക് കേരളത്തിലും ഉജ്ജ്വല സ്വീകരണം. വിശദമായ റിപ്പോർട്ടിലേക്ക്. മൂന്നാറിൽ ദൌത്യസംഘം കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. ചിന്നക്കനാലിലെ 5.5 ഏക്കർ ഭൂമിയിലെ കയ്യേറ്റമാണ് ഒഴിപ്പിച്ചത്. അനധികൃത നിർമ്മാണങ്ങളും വൻകിട കയ്യേറ്റങ്ങളും തടയാതെ ദൌത്യസംഘം കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ സംസ്ഥാന സർക്കാർ മൂന്നാർ ദൌത്യത്തിനായി സംഘത്തെ നിയോഗിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയത്. ചിന്നക്കനാൽ സ്വദേശി ടിജോ ആനിക്കത്തോട്ടത്തിന്റെ കൈവശമുള്ള 5.5 ഏക്കർ ഭൂമി പിടിച്ചെടുത്ത് ബോർഡ് സ്ഥാപിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മൂന്നാർ ദൌത്യ സംഘത്തോട് ഒഴിപ്പിക്കാൻ പറഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെട്ട കേസാണത്. കയ്യേറ്റം ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് സർക്കാർ കസ്റ്റഡിയിലേക്ക് എടുത്ത് ബോർഡ് സ്ഥാപിക്കും. ഒഴിപ്പിച്ച ഭൂമിയിൽ ഉണ്ടായിരുന്ന കെട്ടിടം സീൽ ചെയ്തു. ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയിട്ടും പട്ടയമില്ലാത്തതിനാൽ അധികൃതർ ഇത് മുഖവിലക്കെടുത്തില്ലെന്ന് ടിജോ പ്രതികരിച്ചു. നമ്മൾ ഹാജരാക്കുന്ന പേപ്പറുകളൊന്നും പട്ടയമില്ലാത്തതിനാൽ ഇത് നിങ്ങൾക്ക് അനുവദിച്ചു തരാൻ പറ്റില്ല എന്ന് പറയുകയും അതിൻ്റെ നടപടിയുടെ ഭാഗമായി കളക്ടർക്ക് ലാസ്റ്റ് അപ്പീൽ കൊടുക്കുകയും കളക്ടറുടെ അപ്പീൽ റിജക്റ്റ് ചെയ്ത വഴി തന്നെ വന്നവർ വീട് ഏറ്റെടുക്കുകയാണ്. ഇടുക്കിയിലെ വൻകിട കയ്യേറ്റങ്ങൾ മറച്ചുവെക്കുന്നതിനാണ് റവന്യൂ വകുപ്പ് കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ കുറെ സമ്പന്നന്മാരെയും കൂട്ടുകെട്ടാണ്. കൃഷിക്ക് കുഴപ്പം, കെട്ടിടം പണിയാം. ആ നിയമം മാറണം. മൂന്നാർ മേഖലയിൽ 310 കയ്യേറ്റങ്ങൾ ഉണ്ടെന്നാണ് റവന്യൂ വകുപ്പ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെട്ടതാണ് നിലവിൽ ഒഴിപ്പിച്ച ഭൂമി. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഇടുക്കിയിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികളിൽ സാധാരണക്കാർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. M മണിക്ക് മറുപടിയില്ല. ഭിന്നാഭിപ്രായമുള്ളവർക്ക് പറയാം. സർക്കാരിന്റെ അഭിപ്രായമാണ് താൻ പറയുന്നത്. സാധാരണക്കാർ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ദൌത്യസംഘം ഉന്നതരിലേക്ക് എത്തുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഒരുപാട് ഘട്ടങ്ങൾ ഇനി പിന്തുടരാനുണ്ട്, ഇനി കടന്നു പോകാനുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം. ഉന്നതരിലേക്കാണ് ഈ ദൌത്യസംഘം പോവുള്ളൂ. സാധാരണക്കാരായ ആളുകൾക്ക് ഒരു കാരണവശാലും ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല. സാധാരണക്കാരായ ആളുകളെ മാത്രം ദ്രോഹിക്കുന്ന ഒരു നിലപാടല്ല ഗവൺമെന്റിനുള്ള. അങ്ങനെ ഒരു നിലപാടിനെ കുറിച്ചേ ഗവൺമെന്റ് ഉണ്ടാകുന്നില്ല. ദൗത്യസംഘം അവരുടെ നിലപാട് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കട്ടെ, നമുക്ക് നോക്കാമാകട്ടെ. റവന്യൂ മന്ത്രിക്ക് തന്നോട് ഇഷ്ടക്കേടുണ്ടെന്ന് M മണി MLA. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ തീർക്കാതെ യോഗം മാത്രം ചേരുന്നതിനെ താൻ വിമർശിച്ചിട്ടുണ്ട്. തൃശൂരല്ല, ഇടുക്കിയിലാണ് താൻ താമസിക്കുന്നത്. നിലവിൽ കയ്യേറ്റം ഒഴിപ്പിച്ചതിൽ എന്തെങ്കിലും കാരണം കാണും. നോട്ടീസ് നൽകിയിട്ടും ഉടമ കോടതിയെ സമീപിക്കാത്തതിൽ ദുരൂഹതയുണ്ട്. ജനങ്ങളുടെ പ്രതിഷേധം ന്യായമാണെങ്കിൽ ഒപ്പം നിൽക്കും. വനഭൂമി പുതിയതായി കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഒഴിപ്പിക്കണമെന്നും M മണി ഇടുക്കി നെടുങ്കണ്ടത്ത് പറഞ്ഞു. ഒന്ന്,
അദ്ദേഹം ഈ ഇവിടുത്തെ MLA-മാരുടെ യോഗമൊക്കെ വിളിക്കും. നേരത്തെ ഒന്ന് വിളിച്ചു, ഒക്കെ ചർച്ച ചെയ്തു. ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊന്നും ചെയ്തില്ല. പിന്നെ ഒന്ന് വിളിച്ചു. അതിനാവിലെ പൈസ മുടക്കി ഞങ്ങൾക്ക് ചാപ്പാട് വെക്കും മേടിച്ചു തരും. മൂന്നാമതൊന്ന് വിളിച്ചപ്പം അതൊരു എനിക്കത്ര സുഖമായി തോന്നിയില്ല. ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ യോഗം വിളിക്കുന്നത്? അവിടുത്തെ ഭൂമിയുടെ പ്രശ്നമോ അതൊന്നും തീരാതെ അങ്ങനെയുള്ള ചെറിയ ഇതുണ്ട്. എനിക്ക് വ്യത്യസ്ത വീക്ഷണമുണ്ട്. ഞാൻ തൃശ്ശൂരല്ലല്ലോ താമസം, ഇടുക്കിയിലാണല്ലോ. അങ്ങേര് തൃശ്ശൂരാണല്ലോ. ഈ തൃശ്ശൂരെ ഭൂമി പോലും പണ്ട് വനമായിരുന്നായിരിക്കും നൂറ്റാണ്ട് മുമ്പ്. അതുകൊണ്ട് ഞാൻ പിന്നെ വന്നൊന്നുമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങേരും പുള്ളിയും ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ നേരെ അങ്ങേരോട് പറഞ്ഞിട്ടുണ്ട്, ഇടുക്കിയിലെ ഭൂപ്രശ്നം തീരാത്തതിന് ഉത്തരവാദി നിങ്ങളാണെന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ തമാശല്ല. ഇത് ഉദ്യോഗസ്ഥന്മാരും കളക്ടറും എല്ലാം കൂടി ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്, രഹസ്യമൊന്നുമല്ല. അതിൻ്റെ ഭിന്നാഭിപ്രായം അദ്ദേഹത്തിന് എന്നോടുണ്ടാവാൻ വഴിയുണ്ട്. തിരുവല്ല അർബൻ സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുൻ മാനേജർ പ്രീത ഹരിദാസ് അറസ്റ്റിൽ. പ്രീത ഹരിദാസിന്റെ മുൻകൂർ ജാമ്യം തള്ളിയ ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഒളിവിൽ പോയ പ്രീതയെ ഇന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 2015 തിരുവല്ല മതിൽഭാഗം സ്വദേശി വിജയലക്ഷ്മി മോഹൻ അർബൻ സഹകരണ ബാങ്കിന്റെ മഞ്ഞാടി ശാഖയിൽ 3.5 ലക്ഷം രൂപ നിക്ഷേപമിട്ടത്. പലിശ ഉൾപ്പെടെ 6.25 ലക്ഷം രൂപ 2022 ഒക്ടോബറിൽ പിൻവലിക്കാൻ അപേക്ഷ നൽകി. നിക്ഷേപത്തിന്റെ അസൽ രേഖകൾ ഉൾപ്പെടെ വാങ്ങിവെച്ച ജീവനക്കാർ പക്ഷേ പണം തിരികെ നൽകിയില്ല. തുടരന്വേഷണത്തിലാണ് വ്യാജ ഒപ്പിട്ട് ബാങ്ക് ജീവനക്കാരി പണം തട്ടിയെന്ന് അറിയുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ PR അരവിന്ദാക്ഷന്റെയും CK ജിൽസന്റെയും ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. ED രജിസ്റ്റർ ചെയ്ത കേസിലെ 2ഉം 3ഉം പ്രതികളാണ് PR അരവിന്ദാക്ഷനും CK ജിൽസനും. എറണാകുളം PMLA കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ചൊവ്വാഴ്ച കോടതി ഹർജി പരിഗണിച്ചുവെങ്കിലും അഭിഭാഷകരുടെ വാദം പൂർത്തിയായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തുടർവാദം കേൾക്കുന്നതിനായി ജാമ്യാപേക്ഷ ഇന്നത്തേക്ക് മാറ്റിയത്. ED കസ്റ്റഡിയും ചോദ്യം ചെയ്യലും പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നാണ് പ്രതികളുടെ ആവശ്യം. കള്ളപ്പണ ഇടപാട് കേസിൽ 2 പ്രതികൾക്കുമെതിരെ തെളിവുണ്ടെന്നും ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നുമാണ് EDയുടെ എതിർവാദം. കാലാവസ്ഥാ വ്യതിയാനം കാസർഗോഡ് അനന്തംപള്ള പാടശേഖരത്തിലെ 100 ഏക്കറോളം വരുന്ന നെൽകൃഷിക്കുണ്ടാക്കിയത് വലിയ തിരിച്ചടി. നെല്ലിന് പകരം മുത്തങ്ങയും പുല്ലും നിറഞ്ഞ കാഴ്ചയാണ് പാടശേഖരത്തിൽ. കാസർഗോട്ടെ ഏറ്റവും വലിയ നെൽകൃഷി നഷ്ടത്തിനിടമായിരിക്കുകയാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ അനന്തംപള്ള. വർഷങ്ങളോളം തരിശായി കിടന്ന വയൽ പ്രദേശം കാട് കയറിയ കാഴ്ചയല്ല ഇത്. നൂറുമേനി വിളവ് പ്രതീക്ഷിച്ച് നെൽകൃഷിക്കായി മാസങ്ങൾക്ക് മുൻപ് വിത്തിട്ട കാഞ്ഞങ്ങാട് അനന്തംപള്ളയിലെ 100 ഏക്കറിലേറെയുള്ള പാടശേഖരത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നെല്ലിന് പകരം മൊത്തങ്ങയും പുല്ലും മാത്രമാണ് പാടശേഖരത്തിലുള്ളത്. കർക്കിടകത്തിലും ചിങ്ങമാസത്തിലും വടക്കൻ കേരളത്തിൽ മഴ ലഭിക്കാതെ പോയതിന്റെ തിരിച്ചടിയാണ് നെൽവയലുകളിലെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ തീരദേശ മേഖലയിലെ ഏറ്റവും വലിയ പാടശേഖരത്തിൽ സംഭവിച്ച നെൽകൃഷി നാശത്തെക്കുറിച്ച് കർഷകർ വിശദമാക്കി. എല്ലാ കണ്ടത്തിലും നെൽകൃഷി ഇറക്കിയതാണ്. ആ സമയത്ത് നെല്ല് വിതച്ച് കഴിഞ്ഞ് നെല്ലെല്ലാം മുളച്ച് കഴിഞ്ഞപ്പം കാലാവസ്ഥ ഉണ്ടായില്ല. ഈ വർഷം കാലവർഷം കുറവാണ്. കാലവർഷം നല്ലോണം പെയ്യേണ്ട സമയത്ത് വേനലായിരുന്നു. ആ സമയത്ത് നെല്ലിന് പകരം വളർന്നു വന്നതാണ് ഈ കാണുന്ന മൊത്തങ്ങ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം ഈ 2 വയലും കൂടി 10-250 ഏക്കർ ഉണ്ടാവും. ഏകദേശം ഒരു 90% മൊത്തങ്ങയാണ്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കോഴിവളത്തിൽ ഉണ്ടാകുന്ന സാധനമായത്. അവർ കോഴിക്കാൻ പറ്റുക ഇട്ട് കൊടുക്കുന്ന ഇത് മുറിച്ച് കോഴിക്ക് ഇട്ട് കൊടുക്കുന്നു. ആ കോഴിവളത്തിൽ വന്നിട്ട് ഇപ്പോൾ ഒരു കണ്ടം പോലും ബാക്കിയില്ല. ഈ കാലവർഷം കുറഞ്ഞതും ഇതിൻ്റെ ഒരു ഏത് വന്നു. കാലവർഷം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ മൊത്തങ്ങൾക്ക് വളരാനുള്ള ഒരു ഏത് കിട്ടി. എന്താ നിങ്ങൾ ഇട്ട് കൊടുത്ത നെല്ല്? ഇതിൽ ഇട്ട് കൊടുത്ത ജയയാണ്. ജയം പൗഴം അങ്ങനെ 2 നെല്ലാണ് ഇവിടെ കൂടുതലും ആൾക്കാർ. അത് എത്ര ദിവസം കൊണ്ട് വിളഞ്ഞു വരേണ്ടത്? അത് 120 ദിവസമാണ്. അതിന് പകരം ഇത് വന്നു 120 ദിവസം. അതായത് നമ്മൾക്ക് ഒരു മാസം കഴിയുമ്പോൾ വേനൽ വന്നല്ലോ. അപ്പോൾ വേനൽ വന്നു കഴിഞ്ഞപ്പം പിന്നെ നെല്ലില്ല. നെല്ല് എങ്ങനെ പോയെന്നറിയില്ല. ഈ കാണുന്ന എല്ലാം കൃഷി ചെയ്ത സ്ഥലമാണ്. ഒരു നെൽച്ചെടി പോലും ഇല്ല. ഒരു വയലിന് എത്ര നഷ്ടം വന്നിട്ടുണ്ട്? നഷ്ടത്തിൻ്റെ പറയാനാണ് ഈ നല്ലോണമായി. കാര്യം ഇത് 1-2 പ്രാവശ്യം ഉഴുതു മറിച്ച് പിന്നെ വിത്ത് വിലക്ക് വാങ്ങിയതാണ്. ഒരു പറ വിത്തിന് 300 രൂപ വെച്ച് വാങ്ങിയതാണ്.
ഈ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കൃഷിഭവൻകാർ തന്നെ. ഈ പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് പൈസ തരും, അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ വിത്ത് വാങ്ങിക്കണം. വിത്ത് പോയിട്ട് വാങ്ങിയതാണ്. താങ്കൾ എത്ര വാങ്ങി? ഞാൻ ഏകദേശം ഒരു 25 പറയോളം വാങ്ങി. അത്രയും കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ. 120 ദിവസം കൊണ്ട് വിളവെടുപ്പ് നടത്താൻ സാധിക്കുന്ന ജയ നെൽവിത്തായിരുന്നു ഈ കാണുന്നിടത്ത് വിതച്ചത്. എന്നാൽ ഒരു മണി നെല്ല് പോലും എവിടെയും കാണാനില്ല. കാലാവസ്ഥ വ്യതിയാനമുണ്ടാക്കിയ തിരിച്ചടിക്ക് നഷ്ടപരിഹാരം നൽകുവാനായി നഗരസഭയും കൃഷിവകുപ്പ് അധികൃതരും ചേർന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പാടം ഉഴുതുമറിക്കുന്നതിനുൾപ്പെടെ ചിലവായ തുക കണക്കാക്കി കർഷകർക്ക് പറയാനുള്ളത്. അമൃത ന്യൂസ്, കാസർഗോഡ്. പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതിന് മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതിനാൽ ഇത്തവണ കൃഷി നടത്താൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ഒരു കൂട്ടം കർഷകർ. കോട്ടയം പായിപ്പാട് കൃഷിഭവൻ പരിധിയിലുള്ള പൂവം പാടശേഖരത്തെ കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. 700 ഏക്കർ വരുന്ന പൂവം പാടശേഖരത്ത് 300-ലേറെ കർഷകരാണ് കൃഷി നടത്തുന്നത്. കഴിഞ്ഞ തവണ മികച്ച വിളവ് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണത്തെ കൃഷി ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ചിങ്ങമാസത്തിൽ തന്നെ ആരംഭിച്ചെങ്കിലും പാടശേഖരത്തെ വെള്ളം വറ്റിക്കാൻ സാധിക്കാത്തതിനാൽ തുടർ നടപടികൾ വൈകുകയാണ്. മുൻ വർഷങ്ങളിൽ 3 തടങ്ങളിലായി പെട്ടിയും പറയും സ്ഥാപിച്ചാണ് വെള്ളം വറ്റിച്ചിരുന്നത്. ഇതിലൊരെണ്ണം പാടശേഖര സമിതിയുടെ ഉടമസ്ഥതയിലുള്ളതും മറ്റ് 2 എണ്ണം വാടകയ്ക്കെടുത്തതുമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂവം പാടശേഖരത്തിന് ഇത്തവണ വെർട്ടിക്കൽ ആക്സിൽ ഫ്ലോ അനുവദിക്കുകയും ഇത് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ പെട്ടിയും പറയും 2 ഇടത്തേക്ക് മാത്രമായി ചുരുക്കി. എന്നാൽ പുതുതായി സ്ഥാപിച്ച പമ്പ് പ്രവർത്തിപ്പിക്കാൻ വൈകുന്നതാണ് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നത്. ഈ മോട്ടോർ ഇതിനകത്ത് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ട്രാൻസ്ഫോമർ മാറ്റി വെച്ചാൽ ഈ മോട്ടോർ ഓടത്തുള്ളൂ. ഈ മാറ്റി വെച്ചാൽ സർക്കാർ അതിൻ്റെ പണം ഇലക്ട്രിസിറ്റിക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഈ മോട്ടോർ ഓടുന്നില്ല. ഈ 16-ാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനം അവർക്ക് നിർവഹിക്കുകയും ചെയ്യണം. പക്ഷേ ഇത് കഴിഞ്ഞ മാസം പറ്റേണ്ട പാടമാണ്. കഴിഞ്ഞ മാസം പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷങ്ങളുടെ രൂപ ഓരോ കൃഷിക്കാർക്ക് ലാഭമായിരുന്നു. ഇപ്പം കൃഷിക്കാർക്ക് എന്ന് പറഞ്ഞാൽ പാടത്ത് മൊത്തം പോള കയറി തിങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. പ്രത്യേക ട്രാൻസ്ഫോമർ സ്ഥാപിക്കുകയോ പ്രത്യേക ലൈൻ ഇവിടേക്ക് എത്തിക്കുകയോ ചെയ്താൽ മാത്രമേ പമ്പ് പ്രവർത്തിക്കാൻ കഴിയൂ എന്നാണ് KSEB അധികൃതർ പറയുന്നത്. പ്രശ്നം പരിഹരിക്കാൻ 5 ലക്ഷം രൂപ പൂവം പാടശേഖരത്തിനായി അധികമായി ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ എത്രയും വേഗം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാലേ ഈ വർഷം കൃഷിയിറക്കാൻ കഴിയൂ എന്നാണ് കർഷകർ പറയുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. പ്രേക്ഷകർ കാത്തിരുന്ന വിജയ് ചിത്രം ലിയോ തിയേറ്ററുകളിലെത്തി. പുലർച്ചെ 4:30-ക്കായിരുന്നു കേരളത്തിലെ ആദ്യ പ്രദർശനം. മേളങ്ങളുടെ അകമ്പടിയിൽ കേക്ക് മുറിച്ചാണ് ആരാധകർ സിനിമയുടെ റിലീസ് ആഘോഷമാക്കിയത്. ലോകേഷ് കനകരാജനും വിജയും ആരാധകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയെന്നാണ് ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. പൊളിപ്പടം, സൂപ്പർ പടം, ഭയങ്കര പടം, നല്ല രസമുണ്ട്, അടിപൊളി പടം, സൂപ്പർ മേക്കിംഗ് ഒക്കെ ഗംഭീരം, അടിപൊളി, കൊള്ളാം, പൊളി, സൂപ്പർ പടം, നല്ല പടം, അടിപൊളി സിനിമ, സൂപ്പർ സിനിമയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു, നല്ല സിനിമ, അടിപൊളി, വേറെ ലെവലായിരുന്നു ദളപതിയുടെ പടം. ഫുൾ ട്വിസ്റ്റ് ആണ്, കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ, എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടുത്തു പറയേണ്ടത് ലോകേഷിന്റെ മേക്കിംഗ് തന്നെയാണ്, സൂപ്പറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി. കേരളത്തിലുടനീളം 600 തിയേറ്ററുകളിലാണ് സിനിമ റിലീസ് ചെയ്തത്. പുലർച്ചെ 4:30-ക്ക് ഫാൻസ് ഷോയും 7 മണിക്ക് ലേഡീസ് ഷോയും ഉൾപ്പെടെ നടന്നു. പ്രീ ബുക്കിംഗിൽ രജനീകാന്ത് ചിത്രം ജയിലറെ ഉൾപ്പെടെ ലിയോ മറികടന്നത് വാർത്തയായിരുന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി തമിഴ്നാട്ടിൽ പ്രത്യേക പ്രദർശനത്തിന് അനുമതി ലഭിക്കാത്തത് ആരാധകരെ നിരാശരാക്കിയിരുന്നു. 9 മണിക്കാണ് തമിഴ്നാട്ടിൽ ആദ്യ ഷോ നടന്നത്. പാലക്കാടും തിരുവനന്തപുരത്തും എത്തിയാണ് തമിഴ് ആരാധകർ പുലർച്ചെ ചിത്രം കണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. കേരളത്തിന്റെ വിപ്ലവ നക്ഷത്രം മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 100ാം ജന്മദിനം ആഘോഷിക്കാനൊരുങ്ങി കാസർഗോഡ് നീലേശ്വരത്തെ VS ഓട്ടോ സ്റ്റാൻഡ്. പാർട്ടി വിഭാഗീയത രൂക്ഷമായ കാലത്ത് 2006 തെരഞ്ഞെടുപ്പിൽ VSന് ആദ്യം സീറ്റ് നിഷേധിച്ചപ്പോൾ അദ്ദേഹത്തിനു വേണ്ടി പ്രകടനം നടത്തി പിണറായി അടങ്ങുന്ന CPM നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നവരാണ് VS ഓട്ടോ സ്റ്റാൻഡിലെ CITU വിഭാഗം ഡ്രൈവർമാർ. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദന് പാർട്ടി നേതൃത്വം സീറ്റ് നിഷേധിച്ചപ്പോൾ അതിനെതിരെ പരസ്യമായി പ്രതികരിച്ചും പ്രകടനം നടത്തിയും രംഗത്തെത്തിയാണ് നീലേശ്വരം ബസ് സ്റ്റാൻഡിലെ VS ഓട്ടോ സ്റ്റാൻഡ് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. പിന്നീട് അങ്ങോട്ട് VSന് വേണ്ടി എന്നും നിലകൊണ്ട് VS ഓട്ടോ സ്റ്റാൻഡ് എന്ന് ബോർഡടക്കം സ്ഥാപിച്ചുകൊണ്ടാണ് ഓട്ടോ ഡ്രൈവർമാർ ഒറ്റക്കെട്ടായി അണിനിരന്നത്. ഇവിടെ നിന്ന് തുടങ്ങിയ അലയൊലികൾ VSന് വേണ്ടി പിന്നീട് കേരളമാകെ ഏറ്റെടുത്തു എന്നത് VSന് CPM നേതൃത്വം സീറ്റ് അനുവദിക്കുന്ന കാര്യത്തിൽ നിർണായകമായി. കേക്ക് മുറിച്ചും ലഡു വിതരണം നടത്തിയും ജനഹൃദയങ്ങൾ നെഞ്ചേറ്റുന്ന VSന്റെ 100ാം പിറന്നാൾ ആഘോഷിക്കുമെന്ന് CPM മുൻ ലോക്കൽ സെക്രട്ടറി ശൈലേഷ് ബാബു പറഞ്ഞു. സഖാവ് VS അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ നീലേശ്വരത്തുകാരായ ഞങ്ങൾക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിലെ അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ ഇടപെടലും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉൾപ്പെടെ VS ഓട്ടോ സ്റ്റാൻഡ് എന്ന രീതിയിൽ തൊഴിലാളികളെല്ലാം സംഘടിച്ചുകൊണ്ട് രൂപീകരിച്ചൊരു സ്ഥലമാണ് നീലേശ്വരം. ആ നീലേശ്വരത്തിന് ഒട്ടേറെ സമര പാരമ്പര്യങ്ങളും ഒട്ടേറെ പ്രക്ഷോഭങ്ങളും നടത്തിയ ഒരു പൈതൃകം നീലേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ പൈതൃകം മുൻനിർത്തിക്കൊണ്ട് തന്നെ സഖാവിൻ്റെ 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ നല്ല സന്തോഷത്തോടെ അദ്ദേഹത്തിനോടുള്ള ആദരവ് എന്ന നിലയിൽ ഈ പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ നീലേശ്വരത്തും വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പലഹാര വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ VS അച്യുതാനന്ദന്റെ 90ാം പിറന്നാൾ ആഘോഷം ലഡു വിതരണം ചെയ്ത് വിപുലമായ രീതിയിൽ മുൻപ് ആഘോഷിച്ചിരുന്നു. VSന്റെ പുതിയ ബോർഡടക്കം സ്ഥാപിച്ചുകൊണ്ട് 100ാം പിറന്നാൾ ആഘോഷം ഒക്ടോബർ 20 രാവിലെ 9 മണിക്ക് VS ഓട്ടോ സ്റ്റാൻഡിൽ നടക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാടൻ കുതിപ്പ് തുടരുന്നു. 3ാം ദിനത്തിലെ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ പാലക്കാട് തന്നെയാണ് മുന്നിൽ. സ്കൂളുകളിൽ മലപ്പുറം ഐഡിയൽ HSS ആണ് ഒന്നാമത്. പാലക്കാട് ചിറ്റൂർ GHSSലെ ബിജോയ്ക്കും എറണാകുളം മാർബേസിലെ നിത്യയ്ക്കും മീറ്റിൽ ഇരട്ട സ്വർണം. കായികമേള 3ാം ദിനം പുരോഗമിക്കുമ്പോൾ പാലക്കാട് കിരീടത്തോട് കൂടുതൽ അടുക്കുന്നു. ട്രാക്കിലും ഗ്രൗണ്ടിലും പാലക്കാടൻ കൗമാരങ്ങൾ മെഡലുകൾ വാരിക്കൂട്ടുകയാണ്. മലപ്പുറം, എറണാകുളം ജില്ലകളാണ് പോയിന്റ് പട്ടികയിൽ 2-3 സ്ഥാനങ്ങളിൽ. സ്കൂളുകളിൽ മലപ്പുറം ഐഡിയൽ GHSS, എറണാകുളം മാർബേസിൽ 1-2 സ്ഥാനങ്ങളിൽ തുടരുന്നു. പാലക്കാട് ചിറ്റൂർ GSS വിദ്യാർത്ഥി ബിജോയ്, എറണാകുളം മാർബേസിൽ വിദ്യാർത്ഥിനി നിത്യ എന്നിവർ മീറ്റിൽ ഇരട്ട സ്വർണം സ്വന്തമാക്കി. ജാവലിൻ, 100 മീറ്റർ ഹഡിൽസ് തുടങ്ങിയ ഇനങ്ങളുടെ ഫൈനലുകൾ 3ാം ദിനത്തിലെ ആദ്യഘട്ടത്തിൽ പൂർത്തിയായി. റിലേ മത്സരങ്ങളുടെ ഫൈനലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള 2ാം ഘട്ട മത്സരങ്ങളിലെ ശ്രദ്ധേയ ഐറ്റം. മത്സരങ്ങൾ അവസാനത്തോടടുക്കുമ്പോൾ ആവേശവും പോരാട്ട വീര്യവും മത്സരാർത്ഥികളിൽ വർദ്ധിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. സംസ്ഥാന കായികമേളയിൽ ലോങ് ജമ്പ് താരത്തിന് ഗുരുതര പരിക്ക്. കഴുത്തിന് പരിക്കേറ്റ കായിക താരത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച വന്നതായി പരാതി. വയനാട് GHSSലെ കാട്ടിക്കുളം സ്കൂളിലെ +2 വിദ്യാർത്ഥി മുഹമ്മദ് സിനാനാണ് പരിക്കേറ്റത്. താരത്തിനെ ട്രാക്കിൽ നിന്ന് കൊണ്ടുപോകുന്നതിലും പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിലും ആശുപത്രിയിലേക്ക് മാറ്റിയതിലും വീഴ്ച പറ്റിയെന്നാണ് പരാതി. പ്രാഥമിക പരിശീലനം പോലും ലഭിക്കാത്തവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നാണ് ആരോപണം. ഇടവേളയ്ക്ക് ശേഷം ഉച്ചവാർത്ത കാണാം. നമസ്കാരം.